പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇമ്മാനുവേൽ പ്രെയർ മിഷൻ്റെ ഉറവന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 അനുഗ്രഹ വർഷമായി എല്ലാവർക്കും ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം അനേക പ്രിയപ്പെട്ടവർക്ക് അതൊരാശ്വാസമായി തീർന്നിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവർക്ക് അത് സന്തോഷകരമായ അനുഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്രകാരം വീണ്ടും നമ്മൾ ദൈവവചനവുമായിട്ട് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പാട്ടുകാരൻ പാടിയതുപോലെ, ഇന്നലെ കളിന്നു ഞാനും പ്രിയൻ നാടിന, ഏറ്റമാടുത്തായത് എനിക്കെത്രയാനന്ദം, നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോയി, നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോയി. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യെരിഹോവിലൂടെ കടന്നു പോകുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയതായിരിക്കുന്ന വിഷയവുമായി തന്നെ ഈ ഭാഗങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. യെരിഹോവിലൂടെ യേശു കടന്നു പോകുകയാണ്. 18-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കവിടെ കാണാം, യെരിഹോവിൽ അനേക ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ, ഏറിയ കാലങ്ങളായി അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ആളുകൾ അതുവഴി കടന്നു പോകുന്നു, യാത്ര ചെയ്യുന്നു. അവരൊക്കെ കൊടുക്കുന്നതായ ആ ചെറിയ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ഭിക്ഷ യാചിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ ജീവിച്ചു പോരുമ്പോൾ ഒരു നാൾ വലിയ കൂട്ടം ആളുകൾ നടന്നു പോകുന്നത് കേൾക്കാൻ ഇടയായിത്തീർന്നു. കാഴ്ചയില്ല, കേൾവിയുണ്ട്. ഇതുകൊണ്ട് അടുത്തുള്ളതായിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, എന്താണ് ഇത്രമാത്രം വലിയ ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന്. അപ്പോൾ ചില ആളുകൾ അവരോട് പറഞ്ഞു, നസ്രയനായിരിക്കുന്ന യേശു ഇതുവഴി കടന്നു വരികയാണ്. നസ്രയനായിരിക്കുന്ന യേശു കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, എന്നിലും ബലവാനായിരിക്കുന്നവൻ വരും, അവൻ നിങ്ങളെ തീയിൽ സ്നാനപ്പെടുത്തും, അവൻ രോഗികളെ സൗഖ്യമാക്കും, ബദ്ധന്മാരെ വിടുവിക്കും. യെശയ്യാപ്രവാചകൻ പറഞ്ഞത്, അവൻ അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും ആയിരിക്കുന്നവൻ എന്നാണ്. യെശയ്യാപ്രവാചകൻ പറഞ്ഞത് ഇമ്മാനുവേലായി കടന്നു വരുന്നു എന്നാണ്. അപ്പോൾ ഈ കടന്നു വന്നതായിരിക്കുന്ന വ്യക്തി തിരിച്ചറിഞ്ഞിട്ട് ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, എന്നോട് കരുണയുണ്ടാകണമേ, കാരണം ബലവാനായവനാണ്, ശക്തനായവനാണ്, വിടുവിക്കുന്നവനാണ്, കാഴ്ച നൽകുവാൻ ശക്തി നൽകുന്നവനാണ്. അത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ
യേശുവിൻ്റെ അമ്മ ഒരു നാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ നിലടിക്കുമ്പോൾ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇമ്മാനുവേൽ എന്ന അർത്ഥമുള്ള യേശു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ ബദ്ധന്മാരെ വിടിവിക്കുന്നവനാകും, രോഗികളെ സൗഖ്യമാക്കുന്നവനാകും, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാകും, നടത്തുന്നവനാകും. അത്ഭുതകരമായിരിക്കുന്ന ഒരു സന്ദേശം ദൂതൻ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു ജനിച്ചത് 42-ാമത്തെ തലമുറയിലാണ്. 42-ാമത്തെ തലമുറയിലാണ് യേശു ജനിക്കുന്നത്. നമുക്കറിയാം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം 58-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഈ മനുഷ്യർ ഉറക്കെ വിളിച്ചു പറയുകയാണ്, തിരിച്ചറിഞ്ഞിട്ട്, മനസ്സിലാക്കിയിട്ട്, ഉൾബോധം ലഭിക്കപ്പെട്ടിട്ട്, ഉൾക്കാഴ്ച ലഭിക്കപ്പെട്ടിട്ട് വിളിച്ചു പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നാം വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉത്തരം അരുളിയ ഒരു ദൈവമാണ്. കണ്ണുനീരോടെ ഇരുന്നപ്പോൾ കണ്ട ഒരു ദൈവമാണ്. വേദനയുടെ ആഴത്തിൽ ഇരുന്നപ്പോൾ വിടിവെച്ച ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം കടന്നു വരുമ്പോൾ ഒരു വലിയ വിടുതൽ നമ്മൾ ഓരോ പ്രിയപ്പെട്ടവരും പ്രാപിച്ചതിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം ചെയ്തുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം, വിടിവിച്ചതോർത്ത് പറയാം, നന്മ ഓർത്ത് പറയാം. അത്ഭുതകരമായ വിടുതലിൻ്റെ സന്ദേശം ജീവിതത്തിൽ പ്രാപിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ പുതിയൊരു അനുഭവമാക്കി മാറ്റി. അവൻ ഉറക്കം വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, കരുണയുണ്ടാകണമേ. അവിടെ നിൽക്കാൻ പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാരിൽ നിന്നു. ചില ആളുകൾ അവനെ നിരുത്സാഹപ്പെടുത്തി, അവനെ തടഞ്ഞു, അവനെ ബന്ധപ്പെടുത്തി. അപ്പോൾ യേശു പറഞ്ഞു അവനെ വിളിക്കാൻ. യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എണീറ്റ് അവൻ്റെ ഉള്ളിലെ ആ സന്തോഷത്തോടു കൂടെ യേശുവിൻ്റെ കാൽക്കൽ നമിച്ചു, തൊട്ട് നമിച്ചു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്റെ ആശയം എന്താണ്? നിന്റെ ആഗ്രഹം എന്താണ്? നീ എന്താണ് താല്പര്യപ്പെടുന്നത്? ഭക്ഷണമാണോ? വസ്ത്രങ്ങളാണോ? പണമാണോ? ഒരു ഭിക്ഷക്കാരൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും നിനക്ക് ചോദിക്കാം. അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട്, നിന്നതായ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കപ്പെടണം, എനിക്ക് കാഴ്ച ലഭിക്കപ്പെടണം. കാരണം സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ്. യോഹന്നാൻ പറഞ്ഞതുപോലെ എന്നിൽ ബലവാനായിരിക്കുന്നവനാണ്. അവൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഒരു ശക്തിയാണ്. ആ പ്രത്യാശയോടെ നിൽക്കുകയാണ്. യേശു എല്ലാവരിലും നോക്കി, അടുത്തു നിന്നവരെയും അകലെ നിന്നവരെയും ഒക്കെ നോക്കി. യേശു പറഞ്ഞു, ആരിലും ഞാൻ ഈ വിശ്വാസം കണ്ടിട്ടില്ല. ഇവന്റെ വിശ്വാസം വലിയത്. എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട്, എന്നെ അവൻ മനസ്സിലാക്കിയതുകൊണ്ട്, എന്നിൽ നിന്ന് ചിലതൊക്കെ അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് യേശുവോട് പറഞ്ഞു, കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം പോലെ നടക്കട്ടെ. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ലോകത്തെ അവൻ കണ്ടു, രക്ഷകനെ അവൻ കണ്ടു. മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത യേശു രക്ഷകൻ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വന്നവൻ. ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിലേക്ക് വന്നവൻ, ഇമ്മാനുവേലായി വന്നവൻ, എല്ലാവരിലും വലിയവനായി വന്നവൻ. ഇതാ അവനെ സൗഖ്യമാക്കിയിരിക്കുന്നു. സ്തോത്രം. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരുന്നാൽ നിങ്ങൾക്ക് ചിലത് പ്രാപിക്കാൻ കഴിയും. സൗഖ്യം പ്രാപിച്ചു. ഇത് കാട്ടുതീ പോലെ ദേശം എല്ലായിടത്തും പരന്നു, എല്ലായിടത്തും ഒരുപോലെ പരന്നു. ഈ സൗഖ്യത്തെക്കുറിച്ച് സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേട്ടു. സക്കായി, ആ സക്കായിയുടെ
കഥ നമ്മൾ ആരംഭത്തിൽ വായിക്കുമ്പോൾ ആളിൽ കുറയതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പൊക്കം കുറഞ്ഞ വ്യക്തിയാണ്. അതുപോലെ നല്ല യേശുവിനെ കാണാനുള്ള ആഗ്രഹം ഉള്ള ഒരു വ്യക്തിയാണ്, ശ്രമിക്കാനായിട്ടൊരുങ്ങുന്ന ഒരു വ്യക്തിയാണ്, ധനവാനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, സാധ്യമാക്കുവാൻ തക്കവണ്ണം വ്യഗ്രതയോടുകൂടെ മുൻപോട്ടോടിയ ഒരു വ്യക്തിയാണ്. യേശു വരുന്നതായിരിക്കുന്ന വഴിയുടെ ഓരത്ത് ഒരു കട്ടത്തിയുണ്ട്, അതിൻ്റെ മേൽ കയറി യേശു ആ വഴിയാണ് കടന്നു വന്നത്. യേശു അവിടെ നിന്നു, അവനെ വിളിച്ചു, പ്രകാരം പറഞ്ഞു, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. യേശു യാത്ര ചെയ്ത അനേക ഇടങ്ങളുണ്ട്, ഇരുന്ന വീടുകളുണ്ട്, പോയ വീടുകളുണ്ട്, സൗഖ്യമാക്കിയ വീടുകളുണ്ട്, ഭക്ഷണം കഴിച്ച വീടുകളുണ്ട്. എന്നാൽ സക്കായിയോട് പറയാണ്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോവുകയാണ്. യേശു വിളിക്കുകയാണ്, നിന്റെ കൂടെ താമസിക്കുവാൻ, നിന്റെ വീട്ടിലേക്ക് വരുവാൻ, നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയെ മാറ്റുവാൻ. ഒരു വലിയ മാറ്റത്തിൻ്റെ ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങുന്നു. സക്കായി, നീ വേഗം ഇറങ്ങി വാ. ഇറങ്ങി വന്നു വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്ന് രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷണം, എല്ലാവരും സന്തോഷകരമായി. ചില ആളുകൾ പരിഹസിച്ചു. യേശുവിനെ കണ്ടത് ചുങ്കക്കാരനും പാപിയായിരിക്കുന്ന മനുഷ്യനോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചു. ഇവനും അബ്രഹാമിൻ്റെ മകനാണ്. സക്കായിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി, വലിയൊരു വിടുതലുണ്ടായി. ആ വിടുതൽ തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. യേശുവിനെ അറിയുമ്പോൾ, യേശുവിനെ മനസ്സിലാക്കുമ്പോൾ, യേശുവിനെ തിരിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 3-ാമത്തെയായി 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, കർത്താവിനോട് അടുക്കുമ്പോൾ നിന്റെ മൂടുപടം മാറിപ്പോകും. കർത്താവിനോട് അടുക്കുമ്പോൾ മൂടുപടം മാറിപ്പോകും. ചില മൂടുപടങ്ങൾ ഉണ്ടായിരുന്നു, ചില മൂടുപടങ്ങൾ ധരിച്ചിരുന്നു. ലോകത്തിൻ്റെ ചില മൂടുപടങ്ങളായിരുന്നു, സമൂഹത്തിൽ നിൽക്കുന്ന മൂടുപടമായിരുന്നു, സ്ഥാനമാനത്തിൻ്റെ മൂടുപടമായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ മൂടുപടങ്ങളെല്ലാം അഴിഞ്ഞുപോയി. ഇന്നു മുതൽ ഞാൻ കർത്താവിനായി ജീവിക്കും, യേശുവിനായിട്ട് ജീവിക്കും. ഒരു സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്താൽ സ്ഥിതിയെ അവൻ മാറ്റും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമായിരിക്കണം. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? കർത്താവ് തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഉന്നതനായിരിക്കുന്നവൻ, ബലവാനായിരിക്കുന്നവൻ, ശ്രേഷ്ഠനായിരിക്കുന്നവൻ സക്കായിയുടെ ഭവനത്തിൽ വന്ന് സക്കായിയെ അനുഗ്രഹിച്ചു. പാപാന്തകാരത്തിലായിരുന്ന നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷ നൽകി സന്തോഷം നൽകി അവൻ നമ്മെ സൗഖ്യത്തോടുകൂടെ നിലനിർത്തുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് തന്ന ജോലി, നമുക്ക് തന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തുകൾ, നമുക്ക് തന്നിരിക്കുന്ന കുടുംബം, ഇതെല്ലാം അനുഗ്രഹമായി കാണുമ്പോൾ നമ്മൾ സന്ധിയോടെ സ്തോത്രം ചെയ്യണം. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ആ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നത്. എന്നിലും ബലവാനായിരിക്കുന്നവൻ നിന്നെ തേടി വന്നിട്ടുണ്ട്, നിന്റെ അരികിൽ വന്നിട്ടുണ്ട്, നിന്റെ സമീപത്ത് നിൽക്കുന്നുണ്ട്. സമീപത്ത് നിൽക്കുകയാണ്, നിന്നെ തേടി വന്നിട്ടുണ്ട്. നീ ഒന്ന് ക്ഷണിച്ചാൽ കടന്നു വരും, അനുഗ്രഹം പ്രാപിക്കാം. വാഗ്ദത്തങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ നാം തീരുമാനമെടുത്താൽ ദൈവം നമ്മെ മാനിക്കും. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അബ്രഹാമിനുള്ളതായിരിക്കുന്ന വാഗ്ദത്തം നിറവേറ്റുവാൻ മിസ്രൈമിലായിരുന്ന തൻ്റെ ജനത്തെ മോശ മുഖാന്തരം വിടുവിക്കുകയും മോശയുടെ മരണശേഷം യോശുവയെ അതിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്റെ ഉള്ളംകാലി ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തരും. വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും യോശുവയെ നൽകിക്കൊടുത്തു. അവർ യാത്ര ചെയ്ത് വന്ന കൂട്ടത്തിൽ വളരെ ദൂരെ അവർ വാഗ്ദത്ത ദേശം കണ്ടു. അത് മനസ്സിലാക്കുവാനും അത് തിരിച്ചറിയുവാനും അവിടെയുള്ള ആളുകളെക്കുറിച്ചും കൃഷികളെക്കുറിച്ചും ഉറവകളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ വേണ്ടി ചില ആളുകളെ യോശുവ അയച്ചു. ആ കൂട്ടത്തിൽ കാലേബ് ഉണ്ടായിരുന്നു. ചില ദിവസങ്ങൾ അവിടെ നടന്നവർ യാത്ര ചെയ്തു, കനാൻ ദേശം കണ്ടു. അവിടുത്തെ കൃഷിഫലങ്ങൾ,
ഏറിയ കാലങ്ങൾ മരുഭൂമിയിൽ കടന്നവർ പച്ചയായ തളിർപ്പുകൾ കണ്ടപ്പോൾ അവരുടെ മനസ്സ് ആനന്ദിച്ചു. ഉറവകൾ കണ്ട് അവർ ആനന്ദിച്ചു. കൃഷികൾ കണ്ട് അവർ ആനന്ദിച്ചു. കൃഷിയുടെ ഫലങ്ങൾ കണ്ട് ആനന്ദിച്ചു. ശ്രേഷ്ഠമായിരിക്കുന്ന മുന്തിരി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ അവരെടുത്ത് തണ്ടിന്മേൽ ചുമന്നുകൊണ്ട് അവർ പോരുവാൻ വേണ്ടി നിൽക്കുമ്പോൾ യോശുവ ഹെബ്രോന്റെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇഷ്ടപ്പെട്ട് മനസ്സ് നിറഞ്ഞു. 40 വയസ്സുകാരനായിരിക്കുന്ന കാലേബ്, അക്സിയുടെ പിതാവായിരിക്കുന്ന കാലേബ്, എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയമാണ്. അവിടുന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു. ഉയരങ്ങളിലേക്ക് നോക്കി. യഹോവേ, അബ്രഹാം പിതാവിനോട് അങ്ങ് ഒരു വാഗ്ദത്തം ചെയ്തു, കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. അത് വാഗ്ദത്തമാണ്, അളന്നെടുക്കുമെന്നുള്ള വാഗ്ദത്തമാണ്. അങ്ങനെയെങ്കിൽ ഈ മണ്ണ് എനിക്ക് അളന്നെടുക്കണം. ആ വാഗ്ദത്തം എനിക്ക് നൽകിത്തരണം. യഹോവയുടെ സന്നിധിയിലെടുത്ത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ആ മണ്ണ് അവിടെ ഇട്ട് കാലേബ് മടങ്ങി വന്നു. യോശുവയോട് പറഞ്ഞു, യഹോവ അനുവദിക്കുന്ന പക്ഷം നമുക്കത് കിട്ടും. 45 വർഷങ്ങൾക്ക് ശേഷം കനാൻ ദേശം കൈവശപ്പെടുത്തി. ഹെബ്രോന്റെ താഴ്വരയിലേക്ക് കടന്നു വന്നപ്പോൾ യോശുവ പറഞ്ഞു, അന്ന് ഞാൻ വന്നപ്പോൾ, അന്ന് ഞാൻ കണ്ട ദേശം, അന്ന് ഞാൻ കയ്യിലെടുത്ത മണ്ണ് ഞാൻ സമർപ്പിച്ചതാണ്. എനിക്കത് വേണം. എൻ്റെ മക്കൾക്ക്, എൻ്റെ തലമുറയ്ക്ക് അളന്നെടുക്കുവാൻ എനിക്കളന്ന് വേണം. ഉൾക്കാഴ്ചയോടുകൂടെ, ദർശനത്തോടുകൂടെ, ദീർഘവീക്ഷണത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ കാലേബിനെ പോലെ ഒരു സമർപ്പണത്തോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ വലിയവനായിരിക്കുന്നവൻ, ഉന്നതനായിരിക്കുന്നവൻ നിന്നോട് കൂടെ ഇരുന്ന് അളന്ന് തരുവാൻ അവൻ ശക്തനാണ്. നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അളന്നവൻ തരും. നീ ആഗ്രഹിച്ച സ്ഥലത്തല്ല, നീ ചിന്തിച്ച ഇടത്തല്ല, അതിൽ ശ്രേഷ്ഠമായി ഒന്നുമില്ലായ്മയിൽ നിന്ന് എത്രയോ ആളുകൾക്ക് ദൈവം അളന്നു കൊടുത്തിട്ടുണ്ട്. താമസിക്കുവാൻ വീടില്ലാത്തവർ കളന്നു കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി സ്ഥലമില്ലാത്തവർ കളന്നു കൊടുത്തിട്ടുണ്ട്. വാഗ്ദത്തമാണ്. നിന്റെ മേലൊരു വാഗ്ദത്തം വീണിട്ടുണ്ട്. നിന്റെ മക്കളുടെ മേലൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ദൈവം നിന്നിൽ അത് നിറവേറ്റാൻ പോകുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. വാഗ്ദത്തം നിനക്ക് നൽകി തരുവാൻ, നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള വാഗ്ദത്തം തരുവാൻ, തലമുറയ്ക്കുള്ള വാഗ്ദത്തം തരുവാൻ, നിന്റെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തുവാൻ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. യേശു പറഞ്ഞ നിന്റെ കൂടെ പറക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഒരു വാഗ്ദത്തമുണ്ട്. നമ്മൾക്ക് കൃപയിലൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കുവാൻ ഒരു നിമിഷം മുട്ടുമടക്കാം, ദൈവസ്ഥലം മുട്ടുമടക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്നോടുള്ള വാഗ്ദത്തം എൻ്റെ മക്കൾക്ക് നൽകി കൊടുക്കണം. എന്നോടുള്ള വാഗ്ദത്തം എൻ്റെ തലമുറയ്ക്കത് കിട്ടണം. ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ സഹായിക്കും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനന്ദമാണ്, നമ്മുടെ മനസ്സിൽ സന്തോഷമാണ്. വലിയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് ഉയർന്നു വരും. സ്തോത്രം. ആ സന്തോഷകരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഉന്നതനും വലിയവനുമായിരിക്കുന്നവൻ നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ നടത്തുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, ഭവനത്തിൻ്റെ വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, വിദ്യാഭ്യാസം, രോഗത്താലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം വിടുവിക്കാൻ പോവുകയാണ്. ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം നമുക്കൊരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉന്നതനായിരിക്കുന്നവൻ, ബലവാനായിരിക്കുന്നവൻ അത്ഭുതം ചെയ്യുവാൻ സക്കായുടെ വീട്ടിൽ വന്നുവെങ്കിൽ നിന്റെ വീട്ടിലുണ്ട്. കാലേബിന് കൊടുത്ത വാഗ്ദത്തം 40 വർഷത്തിന് ശേഷം പ്രാപിച്ചതുപോലെ നമുക്ക് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഒരു പിടി മണ്ണ, നമ്മുടെ ആവശ്യം എന്താണോ പുറകെ പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിൽ പിടിക്കാം. ഇത് നമ്മുടെ വിഷയമാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ അത്ഭുതം ചെയ്യണം, പ്രവർത്തിക്കണം. നിന്റെ മഹത്വം കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായ സ്തോത്രം. അടുത്ത മകലയുമായി ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കും.
ഈ ചാനലിൽ കൂടെ കഴിഞ്ഞ ദിനങ്ങളിൽ കേട്ട അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും നൽകുവാനിടയായി തീർന്നു. ഇനിയും അനേകർക്കൊരാശ്വാസമായി തീരണം, വിടുതലായി തീരണം. പിതാക്കന്മാരെ ഓർക്കുന്നു, മാതാക്കളെ ഓർക്കുന്നു, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവേ, വടക്കേന്ത്യയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അടിയനോടുള്ള ബന്ധത്തിൽ വിളിക്കുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. സകല വാഗ്ദത്തങ്ങളിലും വിശ്വസ്തനായ ദൈവത്തിൻ്റെ മഹത്വം ദൈവം അവർക്ക് നൽകണം. സകല നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂട്ടായ്മകൾക്കും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം ഹൃദയത്തിൽ വാഴട്ടെ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വാർഷികം ആഘോഷിക്കുന്നവർക്കും ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും വാഴ്വുകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ കുശവന്റെ കരത്തിലെ പാത്രം തകർന്നുപോയി. എങ്കിലും ആ കഷ്ണങ്ങൾ കുശവൻ എറിഞ്ഞു കളയാതെ വണ്ണം പുതിയൊരു പാത്രമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. കുശവൻ കുഴച്ചതാം കണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ. വാക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. തകർന്നുപോയത് കുശവന്റെ കരത്തിലാണെങ്കിൽ മനോഹരമായൊരു പാത്രമാക്കിയ കുശവൻ വീണ്ടും പണിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും.
തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തായ് മറന്നാലും മറക്കില്ലെന്നോദിയ ദൈവമെൻ കൂട്ടിനുണ്ട്. തായ് മറന്നാലും മറക്കില്ലെന്നോദിയ ദൈവമെൻ കൂട്ടിനുണ്ട്. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ. സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ യേശു ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.